ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു പോളയാണ് ചെയ്യുന്നത്. ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു സൂപ്പർ പോള നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. കാരറ്റും സേമിയയും വെച്ചിട്ടാണ് ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ പൊതുവേ ഇഫ്താറിന് സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കൂടുതൽ സ്നാക്സും നമുക്ക് എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഇത് ഇങ്ങനെ ഇപ്പോൾ പോള ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട, അതുമല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അധിക സമയമൊന്നും ഇതിനു വേണ്ടി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കുറേ പോള മുന്നേ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ റംസാനിലും 3-4 പോള അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പോള റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഒന്ന് വെളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലൊരു 2 ടീസ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാൻ പൊതുവേ ലൈവ് വോയിസ് എടുക്കാറില്ല, പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ലൈവ് വോയിസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് കമൻസ് പറയണേ, ഇഷ്ടമായെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും. ഇതുപോലത്തെ ഒരു ക്യാരറ്റ് പോള മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സേമിയ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ സേമിയയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചേ വേണ്ട കേട്ടോ സേമിയ. ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാടൊന്നും വേണ്ട, ഒരുപാടായാൽ നമുക്ക് ഒന്നിൻ്റെ ഫ്ലേവർ കിട്ടൂല. നല്ല കട്ടിയായിരിക്കും, നല്ല ഹാർഡായിരിക്കും നമ്മുടെ പോള. അപ്പോൾ കുറച്ച് മതി. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ അത്രയും ഇട്ടിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത്രയും കുറച്ച് മാത്രമേ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന അളവിന് വേണ്ടൂ. അപ്പം അധികം ആഡ് ചെയ്യണ്ട. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, സേമിയ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. സേമിയ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലും വെള്ളവും ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യാരറ്റിൽ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ട്, പക്ഷേ സേമിയയിൽ പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ ആ പോള ഉണ്ടാക്കുമ്പോൾ സേമിയ കടിക്കുന്ന സമയത്ത് മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതിയാവും. എന്തായാലും നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര ചേർക്കും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, സേമിയ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാല് വറ്റിച്ചെടുക്കുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സേമിയ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു അളവിലെടുത്തത് ആ ഒരു മുട്ടയുടെ ടേസ്റ്റും ക്യാരറ്റിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സേമിയ കൂടുതൽ ചേർക്കുമ്പോൾ പോള കുറച്ച് ഹാർഡാവുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഒരു 4 മുട്ടയ്ക്ക് ഇത്രയും സേമിയ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മുട്ടയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ മുട്ടയുടെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മിക്സിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ് ചെയ്യാം, അല്ല വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി സേമിയയിലും ക്യാരറ്റിലൊക്കെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, പക്ഷേ മുട്ടയിലേക്ക് കുറച്ച് ചേർക്കണം. ഇപ്പം ഞാനൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് പതഞ്ഞ് വരുന്നവരെ ഒന്ന് അടിച്ചെടുക്കണേ. ഒരു 5 മിനിറ്റ് മുട്ട നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ ബീറ്ററിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അധികം നന്നായിട്ട് തന്നെ പതഞ്ഞ് കിട്ടും. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ മിക്സി വെച്ച് ചെയ്തത് എല്ലാവർക്കും ബീറ്റർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കൂടുതൽ കമൻസ് ഉണ്ടാവും മിക്സി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ കാണിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ വിസ്ക് എടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തില്ലേ ക്യാരറ്റ്, അതാണ്. ക്യാരറ്റ് ചേർത്തു. ഇനി ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്.
പിന്നെ മൈദ ചേർക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗോതമ്പ് പൊടി ചേർക്കാൻ പറ്റുമെന്ന്. പോളയിൽ ഇതുവരെ ഞാൻ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്രയും മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സേമിയ കുറച്ച് അധികമായി പോയെങ്കിൽ ഇത്രയൊന്നും മൈദ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് മുകളിൽ ഇങ്ങനെ മുട്ട പതഞ്ഞിരിക്കണം. അപ്പോഴായിരിക്കും പോള കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു പോള ഇപ്പോൾ നമ്മൾ സേമിയയും ക്യാരറ്റും ഒക്കെ തിക്കി നിറച്ചിടുമ്പോൾ അതൊരു കട്ടി കേക്ക് കഴിക്കുന്ന പോലെ ഉണ്ടാവും. ഈ ഒരു മുട്ടയുടെ പോളയാണെന്നൊന്നും നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. സോസ് പാനിലാണല്ലോ നമ്മൾ പോള ഉണ്ടാക്കി എടുക്കാറുള്ളത്. അപ്പോൾ സോസ് പാൻ ഒന്ന് ചൂടാക്കട്ടെ. സോസ് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്നുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾ ബീറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അത്ര പതഞ്ഞിട്ടില്ലല്ലോ മിക്സിയിൽ ചെയ്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മിക്സിയിലും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടി ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് കളർഫുള്ളൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തുള്ളി മഞ്ഞക്കളറും കൂടി ഇട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്ത് കോരാം ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൈവച്ചിട്ടായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു ക്യാരറ്റും സേമിയും മുട്ടയും തമ്മിലുള്ള മിക്സ്. നമ്മുടെ ബാറ്റർ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മതിയാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തുറന്ന് നോക്കണേ. ചിലപ്പോൾ ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ മുകൾ ഭാഗമൊക്കെ റെഡിയാക്കി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫാക്കാം. ഇപ്പം എന്തായാലും തുറന്ന് നോക്കണ്ട. ഞാൻ പൊതുവെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു ഫ്ലെയിമിൽ 15 മിനിറ്റാണ് വെക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ കറക്റ്റ് സമയമാണ് ഞാൻ പറഞ്ഞത്. 15 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ ഐറ്റംസ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റെഡിയായി കിട്ടുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കണേ. അതായത് കാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ. എനിക്കിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഡെക്കറേഷൻ വേണം. അപ്പോൾ ഞാൻ ചെറീസ് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം ഉൾഭാഗം റെഡിയായി കിട്ടീനോന്ന്. കണ്ടില്ലേ, ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പുറത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ എടുക്കുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. തണുത്ത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇളകി വരും കേട്ടോ. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. പൊട്ടിപ്പോലെ. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഉണ്ടാവുക. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ്. പിന്നെ താഴ്ഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. നോർമലായിട്ടുള്ള കളറ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റമദാൻ റെസിപ്പീസൊക്കെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക്